ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ കാഴ്ചയുള്ളപ്പം കണ്ണിൻ്റെ വില അറിയില്ല എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെയാണ് ചില സന്ദർഭങ്ങളിൽ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നൽകുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകാറുണ്ട്. ദൈവം തുടർമാനമായിട്ട് മഴ അയക്കുന്നു, വെയിലയക്കുന്നു, നീതിമാനും പാപിക്കും എല്ലാം ഒരുപോലെ അത് ലഭിക്കുന്നു. അതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് ചില സമയത്ത് നമുക്ക് തോന്നാറില്ല. അതൊക്കെ പ്രകൃതിയുടെ ഒരു നിയമം പോലെ നമുക്ക് ലഭിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷേ ഈ ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ നന്മകളെ കാണുവാനും ദൈവപ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവമായിട്ട് അത്രയും കണക്റ്റഡ് ആണെന്നും ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ഒത്തിരിയധികം വാല്യൂ അഥവാ വില അതിന് നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളതുമാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരു സാധാരണ നിസ്സാരമായ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും അതിലും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അധികം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും ചേർത്ത് നിർത്തുന്നത്. കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു എലീറ്റ് സ്പോൺസർ തന്നെയാണ്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവെ. ഭർത്താവ് ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ട് തൻ്റെ ഭർത്താവ് ശക്തി പ്രാപിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരുമക്കൾ രക്ഷിക്കപ്പെടുവാൻ, കുടുംബാംഗങ്ങൾക്കിടയിൽ സമാധാനവും ക്ഷമയും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഈ ഞായറാഴ്ച നമ്മുടെ ഗ്ലോ 2025 ശരിക്കും പറഞ്ഞാൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആണത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ 2 ദിവസങ്ങളിലായിട്ട് ഞായറാഴ്ചയ്ക്കകം നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരും രജിസ്റ്റർ ചെയ്യുക. അതിശക്തരായ ദൈവദാസിമാരിലൂടെയുള്ള ദൈവിക സന്ദേശങ്ങൾ, അതും ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ച് ആത്മീകമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ പോകുകയാണ്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക, വലിയ വിടുതലുകൾ കർത്താവ് നൽകട്ടെ. ഇന്ന് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. പറഞ്ഞ തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടേ. താങ്ക്സ് ബി ടു ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. എനിക്ക് തോന്നുന്നു മോർണിംഗ് ഗ്ലോറിയുടെ ഇനി കർത്താവിൻ്റെ 2ാം വരെയുള്ള എല്ലാ എപ്പിസോഡുകളിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും തീരില്ല. അതിനുശേഷവും നിത്യതയിലും നമ്മളിത് പറയേണ്ടി വരും. അത്രയും വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ചിലരൊക്കെ പറയും, കർത്താവെ കോടാനുകോടി സ്തോത്രം. ഒറ്റ സെൻറ്റൻസ് തീർന്നു. കോടി സ്തോത്രം ഒറ്റയടിക്കങ്ങ് ഹോൾസെയിലായിട്ട് ഒറ്റയടിക്ക് പോയി. പക്ഷേ അതൊന്നുമല്ല കാര്യം. 1000 നന്ദി, 10,000 സ്തോത്രം എന്നൊക്കെ നമുക്കിങ്ങനെ വെറുതെ പറഞ്ഞു വിടാന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതം തന്നെ അതിനുള്ളൊരു നന്ദിയാക്കി അങ്ങ് മാറ്റാൻ പറ്റുമോ? നമ്മുടെ ശിഷ്ടായുസ്, ദൈവം ചില കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇനിയുള്ള ആയുസ് അതിനു വേണ്ടിയാക്കാൻ പറ്റുമോ? കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനറിയാം ഒരു 3 വർഷം 3.5 വർഷം മാക്സിമം ഇവർ കൂടെ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ ഒരു പണിയാം, അതിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാനില്ലേ. ഇവരെ വിളിച്ചിട്ട് 2-3 ആഴ്ച കൂടെ കൊണ്ടുവന്ന് നടത്തി അങ്ങ് വിടാം. അങ്ങനെയല്ല കർത്താവ്. എന്നെ അനുഗമിപ്പിൻ. ദാറ്റ് മീൻസ് യുവർ ഹോൾ ലൈഫ്. ഞാനിവിടെ ഉള്ളപ്പോൾ മാത്രമല്ല, ഇതിന് ശേഷവും യു ഫോളോ മീ. നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ആയുസ് മുഴുവൻ അനുഗമിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് ശിഷ്യൻ, ഡിസൈപ്പിൾ. ആരാണ് ഒരു ഡിസൈപ്പിൾ? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനിങ്ങിലൂടെ പോകുന്നവരാണ്. ശിഷ്യത്വപ്പെടുത്തപ്പെടുന്നു എന്ന് വെച്ചാൽ ഇതുവരെ ജീവിച്ചതിൽ നിന്നും വ്യത്യസ്തമായി. ഇതുവരെ ആരെ അനുഗമിച്ചില്ല, അല്ലെങ്കിൽ തെറ്റായ ചിലരെ ആയിരിക്കും അനുഗമിച്ചത്. എന്നാൽ ഇനി യേശുവിനെ അനുഗമിക്കുന്നു. അവിടെ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ, യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. കൃത്യം എത്ര നാളെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുറേ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമാണോ അതിൽ കൂടുതലാണോ എനിക്കറിഞ്ഞുകൂടാ.
ആ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുവിന് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. വഴി എന്ന് പറയുന്നത് അവൻ പിക്കാക്സും മൺവെട്ടിയും ഒരു റോഡ് റോളറും എല്ലാം കൊണ്ടുവന്നിട്ട് വഴിയുണ്ടാക്കി. യേശുവിന് നടന്നു വരാനുള്ള വഴി യഹൂദ്യ മരുഭൂമിയിലൂടെ കല്ലും കട്ടയും എല്ലാം കളഞ്ഞ് സ്മൂത്താക്കി ടാർ ചെയ്ത് ആ വഴിയല്ല ഉദ്ദേശിച്ചത്. പകരം മനുഷ്യഹൃദയങ്ങളിലൂടെ തൻ്റെ ശക്തിയേറിയ പ്രസംഗത്താൽ മാനസാന്തരത്തിൻ്റെ മെസ്സേജ് കൊണ്ട് ഹൃദയങ്ങളിൽ ഹൈവേ തുറന്നു. ദേശീയപാത പോലെ, വലിയ നാഷണൽ ഹൈവേ പോലെ ജനങ്ങളുടെ ഹൃദയങ്ങളിലൂടെ അവൻ ശക്തിയേറിയ തൻ്റെ ശുശ്രൂഷയിലൂടെ വഴി തുറന്നു. എന്തിന്? കർത്താവിന് എഴുന്നള്ളാൻ, കർത്താവിന് ആഗമിക്കുവാനുള്ള വഴി അവൻ തുറന്നു. യോഹന്നാൻ സ്നാപകൻ വ്യക്തമായി വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. സോ എന്ന് മാത്രമല്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ. ഇപ്പോഴേ വൃക്ഷത്തിൻ്റെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല വൃക്ഷം കായ്ക്കാത്ത ഏത് വൃക്ഷത്തെയും വെട്ടി തീയിലിടും. ഇങ്ങനെ പറഞ്ഞ് ഇതാ സത്യവെളിച്ചം, യഥാർത്ഥത്തിൽ വരുവാനുള്ള മശിഹ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്നവൻ ഇതാ വന്നിരിക്കുന്നു, ഇതാ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു, ഇതാ ഇവൻ തന്നെ, ആ പ്രവാചകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വരുവാനുള്ളവൻ ഇവനാകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ യേശുവിന് വേണ്ടി വഴി തുറന്നു. യേശു വന്നു. ഈ വന്ന യേശു താൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവർ സ്നാപയോഹന്നാനെ വിട്ട് യേശുവിൻ്റെ പിന്നാലെ വരാൻ തുടങ്ങി. അഥവാ സ്നാപയോഹന്നാനിലൂടെ ദേശത്തിൽ വലിയ ആത്മീയ ഉണർവുണ്ടായി. അതിലൊത്തിരി പേര് സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. അവരെല്ലാം ആഴ്ചതോറും ഉപവസിക്കുകയും അങ്ങനെ ഭയങ്കരമായ രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മാനസാന്തരത്തിലൂടെ സ്നാനമേറ്റ് ഒരു വലിയ ഉണർവ് ദേശത്തുണ്ടായിരിക്കുകയാണ്. എന്നാൽ യേശു ശുശ്രൂഷയേറ്റപ്പോൾ ഇവരെല്ലാവരും കൂടെ യേശുവിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി. സ്നാപയോഹന്നാൻ ഒരിക്കൽ ഇങ്ങനെ വരെ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരണം. അവനെല്ലാം ഇപ്പോഴും യേശുവിലേക്ക് വിരൽ ചൂണ്ടി. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. അവൻ അത്ഭുതമൊന്നും ചെയ്തില്ല. അവൻ്റെ ജോലി എന്തായിരുന്നു? വഴി വെട്ടി നിരപ്പാക്കുക എന്ന് വെച്ചാൽ അവിടെയുള്ള യഹൂദ്യ മരുഭൂമിയിലൂടെയല്ല, വേറെ ഏതെങ്കിലും നാടിലൂടെയല്ല, പകരം ഹൃദയത്തിനകത്ത് കാടും അതും ഇതൊക്കെ ഉള്ളത് വെട്ടി റെഡിയാക്കി വഴി ഒരുക്കി ഹൃദയങ്ങളിൽ യേശുവിനെ സ്വീകരിക്കാവുന്ന രീതിയിൽ അവരുടെ ഹൃദയങ്ങളെ സ്നാപയോഹന്നാൻ മാറ്റിയെടുത്തു. അപ്പോഴാണ് യേശു വരുന്നത്. പിന്നെ യേശുവിൻ്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. അവനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ യേശു ഒരു ഉപകാരമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അത്ഭുതമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ അതൊന്നിടാമോ? എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ തന്നിട്ടുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ, 1000 ഉണ്ടെങ്കിൽ അത് എഴുതണം. എൻ്റെ ജീവിതത്തിൽ 1000 അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില പറയാണ് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെ ടൈപ്പ് ചെയ്തത്. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരോട് ഒരു വാക്ക്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വലിയ വലിയ ചാനലുകളിലൊക്കെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ പലതുകൊണ്ടും നമ്മൾ ഒത്തിരി ചാനലുകളിലേക്കുള്ളതിനേക്കാൾ സോഷ്യൽ മീഡിയയിലാണ് അധികം ഉള്ളത്. ബ്ലെസ്സിങ് ടുഡേക്ക് തന്നെ ഒരു ചാനലുണ്ട്. എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഏറ്റവും എളുപ്പം, ഒത്തിരി പേര് ടി വിയുടെ മുമ്പിൽ ഇരിക്കാത്തത് കൊണ്ട് ഏറ്റവും എളുപ്പം ബ്ലെസ്സിങ് ടുഡേ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പിൽ തൊട്ടാൽ മതി നിങ്ങൾക്ക് ചാനൽ കാണാൻ കഴിയും. ഏത് നേരവും 24 മണിക്കൂറും കാറിൽ സഞ്ചരിക്കുമ്പോൾ, കിച്ചണിലായിരിക്കുമ്പോൾ ഇതിങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മുടെ ചാനലിലുണ്ട്. ക്രിസ്തീയ
ക്രിസ്ത്യൻ മൂവീസ് ഉൾപ്പെടെ നമ്മുടെ പ്രസംഗങ്ങൾ, പല ഇൻ്റർവ്യൂകൾ, ഇതിന് മുമ്പ് ബ്ലെസ്സിംഗ് ടുഡേയിൽ നടന്നിട്ടുള്ള മീറ്റിങ്ങുകൾ വീണ്ടും കാണാനൊക്കെ അവസരം ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഈവൻ ടി വിയിലോ, പുതിയ ടി വിയിൽ, സ്മാർട്ട് ടി വിയിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിൽ തന്നെ ഇടാം. അതിൻ്റെ ആപ്പ് നിങ്ങൾക്കൊന്ന് ഓൺ ചെയ്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ നടന്നിരുന്ന മീറ്റിങ്ങിലൊക്കെ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിലെത്ര പേർ യേശുവിനെ അനുഗമിക്കുന്നുണ്ട്? ഇപ്പോഴും ഒരു നന്മ യേശുവിൽ നിന്നും വാങ്ങി പിന്നെ പഴയതുപോലെ ജീവിക്കരുത്. യേശു എപ്പോഴും പറയുന്നത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഞാൻ എൻ്റെ അനുഭവ സാക്ഷി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ ചെറുപ്പമായിരുന്ന കാലത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, എനിക്കൊരു ഗുരുവിനെ കിട്ടണം. എൻ്റെ മുകളിൽ എന്നെ പഠിപ്പിക്കാനും എന്നെ മനസ്സിലാക്കി തരാനും എൻ്റെ സംശയങ്ങൾ ചോദിച്ച് പഠിക്കാനും ഒക്കെ പറ്റിയ ഒരു ഗുരുവിനെ എനിക്ക് കിട്ടണം. അപ്പം എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇതാണ്. സ്വാമി വിവേകാനന്ദനെ പോലെ ഇങ്ങനെ പലരും ഇങ്ങനെ തേടി നടന്നു, സത്യം തേടി നടന്നു. ശ്രീബുദ്ധൻ സത്യം തേടി നടന്നു, മഹാത്മാഗാന്ധി സത്യം തേടി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. സത്യം തേടി നടക്കുകയും ചിലരൊക്കെ ചില ഗുരുക്കന്മാരെ കണ്ടെത്തുകയൊക്കെ ചെയ്ത ഇതൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഗുരുവിനെ വേണം. അങ്ങനെ ഗുരുവിനെ തേടി ഇറങ്ങി ഏറ്റവും അവസാനം എനിക്കൊരു ഗുരുവിനെ കിട്ടി. ഈ ലോകചരിത്രം കണ്ടതിൽ ഏറ്റവും നല്ല വലിയ സദ്ഗുരു യേശുവാണ്. 40-40 വർഷമായി ഈ ഗുരുവിനെ വിട്ടു പോകാൻ തോന്നുന്നില്ല. ഗുരു എന്നെ വിട്ടും പോകുന്നില്ല. അവൻ എന്നെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മാനുഷിക ഗുരുക്കൾക്കും ഒരു പരിധിയുണ്ട്. കാരണം അവരും മനുഷ്യരാണ്. മാനുഷിക പരിധി എല്ലാ ഗുരുക്കന്മാർക്കും ഉള്ളപ്പോൾ പരിധികളില്ലാത്ത ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല, ഇനി ഒരു ഗുരുവിൻ്റെ പുറകെ ഞാൻ പോയെന്നിരിക്കട്ടെ, നമ്മളെക്കാൾ പ്രായമുള്ള ഒരാളല്ലേ സാധാരണ ഗുരുവാകും. ആ ഗുരുവിൻ്റെ പുറകെ പോയി കുറേ കഴിയുമ്പോൾ ആ ഗുരു അങ്ങ് മരിച്ചു. പിന്നെ ആരുണ്ട് ഗുരു? യേശുവിൻ്റെ പ്രത്യേകത, യേശു എന്ന ഗുരു റബായ് ഇവിടെ പ്രത്യേകത, അവൻ മരിച്ചിട്ട് എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നത് ആകുന്നത് കൊണ്ട് എനിക്കൊരിക്കലും ഗുരുവിനെ നഷ്ടപ്പെടുകയില്ല. അവനെ അനുഗമിക്കുന്നവർ മരണശേഷവും അവനെ തന്നെ അനുഗമിക്കാൻ അതിനുശേഷവും സാധിക്കും. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലെന്നേ. ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ഗുരുവില്ല, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു സദ്ഗുരുവില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മെ വഴികാട്ടുവാനും ഗുണദോഷിക്കാനും പഠിപ്പിക്കാനും ഒരു ലൈഫ് കോച്ചായി നിൽക്കുന്ന മറ്റൊരു ഗുരു ഇല്ലവേ ഇല്ല. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ജീസസ് ഈസ് ദി ലാസ്റ്റ് സ്റ്റോപ്പ്, അല്ലെങ്കിൽ ജീസസ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ്, ഏറ്റവും ലാസ്റ്റ് പോയിന്റാണ് യേശു. അതിനപ്പുറത്തേക്ക് ഇനി ഒരു സെർച്ച് ഇല്ല, അതിനപ്പുറത്തേക്കൊരു പോയിന്റ് ഇല്ല. ഓ മൈ ഗോഡ്, ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്ന ഇസങ്ങളുടെ പുറകെ പോകരുത്, ഫിലോസഫികളുടെ പുറകെ പോകരുത്, സ്കൂൾസ് ഓഫ് തോട്ടിൻ്റെ പിന്നാലെ പോകരുത്, ട്രെൻഡിങ് ആയി പലതും മാറി വരുന്നതിൻ്റെ പിന്നാലെ പോകരുത്. ഈ ലോകത്തിൽ ഒന്നിനെയും നിങ്ങൾ അനുഗമിക്കരുത്. അനുഗമിക്കുവാണെങ്കിൽ ഫോളോ ജീസസ്. യേശുവാണ് പിതാവിൽ നിന്നും നമുക്ക് ലഭിച്ച ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റിൽ ടോപ്പ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് യേശുവാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഇല്ല. യേശുവാണ് അവസാന വാക്ക്, യേശുവാണ് അവസാനത്തെ സ്റ്റേഷൻ, യേശുവാണ് അവസാനത്തെ ഹാർബർ, യേശുവാണ് അന്വേഷണത്തിൻ്റെ ഏറ്റവും അവസാനം. അവനെ കണ്ടെത്തിയവർ അതിനപ്പുറത്തേക്ക് ഇനിയൊന്നും കണ്ടെത്താനില്ല. യേശുവിനെ കണ്ടെത്തിയവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിസ്കവറി നടത്തിയിരിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിസ്കവറിയും ഇൻവെൻഷൻസും നടത്തിയവർക്ക് നോബൽ പ്രൈസ് കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശാസ്ത്രകാരനുള്ള അവാർഡ് കിട്ടുമായിരിക്കാം. ലോകം അവരെ തലമുറകളായി ഓർക്കുമായിരിക്കാം. എന്നാൽ അവരാരും കണ്ടെത്തിയിട്ടില്ലാത്ത, ഇപ്പോൾ പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്തി. ഓ മൈ ഗോഡ്, എന്ത് ഭയങ്കര സംഭവമാണ്. അല്ലെങ്കിൽ കൊളംബസ്
ഇന്ത്യ എന്ന് വിചാരിച്ച് അമേരിക്ക പോയി കണ്ടെത്തി. എന്നിട്ട് അവിടെയുള്ളവർക്ക് റെഡ് ഇന്ത്യൻസ്, കണ്ടവർക്ക് റെഡ് ഇന്ത്യൻസ് എന്ന് പേരിട്ടു. തെറ്റിപ്പോയതാണ് വാസ്തവത്തിൽ, അബദ്ധത്തിൽ കണ്ടുപിടിച്ച എന്തോ ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെ പലരെയും നമ്മൾ ഡിസ്കവർ ചെയ്ത പലരെയും നമ്മൾ ഓർക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട് ലോകചരിത്രത്തിൽ. എന്നാൽ യേശുവിനെ കണ്ടെത്തിയവർക്ക് ജീവൻ, നിത്യജീവൻ, ജ്ഞാനം, അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, അവരുടെ ജീവിതത്തിൽ കൃതാർത്ഥത, സംതൃപ്തി, സമാധാനം, എന്നാ വേണം പറ, ഇതെല്ലാം യേശുവിലുണ്ട്. ഇതെല്ലാം യേശുവിലുണ്ട്. യേശുവിനെ കണ്ടെത്തിയവർ ജീവൻ കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ ലൈഫ് സേവ്ഡായി. ഇനി ഒരിക്കലും അവർ നശിക്കുകയുമില്ല. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ശരിക്കുള്ള പ്രോപ്പർ വേർഡ്സ് കിട്ടുന്നില്ല ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് വന്ന് നിങ്ങളുടെ അവിടെ ഒരു കസേരയിലിരുന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞു തരണമെന്നുണ്ട്. സാധിക്കാത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ മോർണിംഗ് ഗ്ലോറിയിലൂടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഞാൻ യേശുവിന് വേണ്ടി ഒരു സ്പോക്സ്മാനായി, ഒരു വക്താവായി നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. യേശുവിൻ്റെ ഒരു അംബാസഡർ എന്നതുപോലെ, സ്വർഗീയ എംബസിയെ പ്രതിനിധീകരിച്ച് ഒരു അംബാസഡർ എന്നതുപോലെ നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. മക്കളെ നോക്ക്, കുഞ്ഞുങ്ങളെ നോക്ക്, പ്രായമുള്ളവർ കേൾക്ക്. ലൈഫിൽ ഒന്നും നേടിയില്ലെങ്കിലും പ്രായമുള്ള പലരോടും ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് ദുഃഖങ്ങളും ഖേദവും റിഗ്രറ്റ്സുമാണ്. ചെറുപ്പകാലത്ത് ഞാൻ നന്നായിട്ടൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വളരെ വേദനിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അവരോട് വലിയൊരു ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും നേടിയില്ലെന്നിരിക്കട്ടെ, വട്ടപൂജ്യമാണ്. ഒത്തിരി പേര് പലതും നേടി, പലതും ഒക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും നേടിയില്ലെങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. യേശുവിനെ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനായി നിങ്ങളെ ഫുൾ ലൈഫ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, യു ആർ ദ ഗ്രേറ്റസ്റ്റ് അച്ചീവർ ഇൻ ദ യൂണിവേഴ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച വ്യക്തി നിങ്ങളാണ്. ഒരു വലിയ ഹാലലിയ പറഞ്ഞ് അങ്ങനെയുള്ളവർ, യേശുവിനെ സ്വീകരിച്ചിട്ടുള്ളവർ രണ്ട് കൈയും ഉയർത്തി വലിയ വായിൽ കതിനാവടി പോലെ, ബോംബ് പൊട്ടുന്നത് പോലെ ഒരു ഹാലലിയ പറ. എല്ലാവരും ലൈവ് ചാറ്റിലൊന്ന് നിറച്ചേ, ടൈപ്പ് ചെയ്തിടുക. ജീസസ് 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 ടൈപ്പ് ചെയ്തിടുക. യേശു യേശു യേശു, വേറെ ഒന്നും ചെയ്യണ്ട. യേശു, ജീസസ് 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 ടൈപ്പ് ചെയ്തിടുക, ടൈപ്പ് ചെയ്തിടുക, ടൈപ്പ് ചെയ്തിടുക, ടൈപ്പ് ചെയ്തിടുക. എല്ലാവരും ഇവിടെ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. യേശുവിനെ സ്വീകരിച്ചവർക്ക് എല്ലാം കിട്ടി. യു ആർ ദ ഗ്രേറ്റസ്റ്റ് അച്ചീവർ ഇൻ ദ ഹോൾ വേൾഡ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. എനിക്ക് റിഗ്രറ്റ്സ് ഇല്ലാത്തതിന് കാരണം, എൻ്റെ പ്രായത്തിൽ വേറെ പലരും ലോകത്തിൽ പലതും കെട്ടിപ്പടുത്തിട്ടുണ്ടായിരിക്കും. ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു, ചിലർ പേര് കേട്ടു, നമുക്കാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങൾ ചിലരെത്തി. എനിക്കിതൊന്നൊരു വിഷയമല്ല. ഇന്നെനിക്ക്, പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചു, പക്ഷെ ഇന്ന് എനിക്കതൊരു വിഷയമല്ല. കാരണം അവനെ നേടേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും ആ ലാക്കിലേക്ക് ഓടുന്നൊരു ലക്ഷ്യത്തിലാണ് ഞാനിന്ന്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ 10 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പൗലോസ് തൻ്റെ ആറ്റിറ്റ്യൂഡുകളും ഗോൾ സെറ്റിങ്ങും എല്ലാം പറയുന്നുണ്ട്. അതോട് ചേർന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിഗ്രറ്റ്സ് വേണ്ട. റോമാലേഖനം 8 പറയുന്നു, മക്കളെങ്കിൽ അവകാശികളാ. അവകാശം ചോദിച്ചു മേടിക്കണം. കർത്താവ്, എൻ്റെ അവകാശം എനിക്ക് ദാ എന്ന അപ്പനോട് ചോദിക്കാൻ നമുക്ക് അധികാരമുണ്ട്. യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, അല്ലെങ്കിൽ അവകാശം കൊടുത്തു. മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. കൈയും കൊണ്ട് നീട്ടിപ്പിടിക്കാമോ? കർത്താവെ, ഈ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. ട്യൂമറുകൾ, സിസ്റ്റുകൾ,
ലംബുകൾ, ഫൈബ്രോയിഡുകൾ, വലിയ മുഴകൾ, ചെറിയ മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ ബാധിതർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നട്ടലിൽ എന്തോ ഒരു വലിയ അണുബാധയോ എന്തോ രോഗം ബാധിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നത്. നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുകയാണ്. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയങ്കരമായ അനോയിന്റിങ്ങിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ക്ഷയരോഗം സൗഖ്യമാകട്ടെ, ആസ്മാരോഗം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കൈ കൊണ്ട് നീട്ടി പിടിക്കുക. നിങ്ങളിത് വിശ്വസിക്കുകയോ സ്വീകരിക്കുക. വലിയ ചില കഴിഞ്ഞ കാല ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ലെവലിലുള്ള ചില അത്ഭുതങ്ങൾ കർത്താവ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കിടപ്പുരോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. വെന്റിലേറ്ററിലുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോർച്ചറിയിലുള്ളവരെ കർത്താവ് പുറത്തെടുത്ത ജീവനോടെ കൊണ്ടുവന്നതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, വെന്റിലേറ്ററിലുള്ളവരെ, ICUയിലുള്ളവരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ വാർഡിലോ റൂമിലോ ഉള്ളവരെ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ രോഗിയായി കഴിയുന്നവരെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയില്ലേ? വിശ്വസിക്കുക. ഉള്ളിൽ ആ വിശ്വാസം വരട്ടെ. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. കൈനീട്ടി പിടിക്കുമ്പോൾ രോഗസൗഖ്യമല്ല, മറ്റൊന്നാണ് നിങ്ങൾക്ക് ആവശ്യം. വിശ്വസിക്കുക. കർത്താവ് അതിനു വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തേണ്ടത് ആവശ്യമാണ്. അതിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പുണ്ട്. ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അറിയിക്കണം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. വെബ്സൈറ്റൊക്കെ ഒന്ന് നോക്കുക. പാർട്ട്ണറാകാനുള്ള പരിപാടികളൊക്കെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. മാസത്തിലൊന്ന്, ആഴ്ചയിലൊന്ന്, വർഷത്തിൽ ഇത്ര ഒരു തീരുമാനമെടുക്കുക. കൂടാതെ ശ്രദ്ധിക്കണേ, കൂടാതെ ബ്ലെസ്സിങ് ടുഡേ ചാനലിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് മാറാം. പ്രൈസ് ഗോഡ്. അതുകൂടാതെ ശ്രദ്ധിച്ച് കേൾക്കുക. അതും കൂടാതെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ മാസം ഒരു 500 രൂപ യേശുവിന് വേണ്ടി കൊടുക്കാൻ പറ്റും. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയൂ. അതിനെല്ലാം തീരുമാനമെടുക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ.